ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കൊളോണിയലിസത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ ഒരു സാധാരണ ചരിത്ര ക്ലാസ് പോലെ ആയിരിക്കില്ല ഇത്. പകരം നമുക്കൊരു കഥയിലൂടെ, ഒരു സാങ്കല്പിക നാവികന്റെ കണ്ണുകളിലൂടെ ആ കാലഘട്ടമൊന്ന് കണ്ടുവന്നാലോ? അപ്പോൾ ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ചരിത്രമെന്ന് കേൾക്കുമ്പോഴേ പലർക്കും ഓർമ്മ വരുന്നത് കുറേ വർഷങ്ങളും യുദ്ധങ്ങളും പേരുകളുമൊക്കെയാണ്, അല്ലേ? പക്ഷെ അതിനപ്പുറം ഓരോ സാധാരണ മനുഷ്യന്റെയും അനുഭവങ്ങൾ ചേർന്നതാണ് യഥാർത്ഥ ചരിത്രം. അപ്പോൾ കൊളോണിയലിസം എന്ന ആ വലിയ മാറ്റത്തെ നമുക്കൊരാളുടെ മാത്രം കണ്ണിലൂടെ കണ്ടാൽ അതെങ്ങനെയിരിക്കും? ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലേക്ക് കടക്കാം. നമ്മുടെ ഹീറോയെ പരിചയപ്പെടാം. പേര് ആന്റോണിയോ. 15-ാം നൂറ്റാണ്ടിലെ ഒരു കിടിലൻ നാവികനാണ് കക്ഷി. മനസ്സ് നിറയെ സ്വപ്നങ്ങളാണ്. പുതിയ നാടുകൾ കാണണം, ലോകം കീഴടക്കണം. അങ്ങനെ അവന്റെ കപ്പൽ ആ വലിയ യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അവന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നെന്നറിയാമോ? വളരെ സിമ്പിളായിരുന്നു. ഇതുവരെ ആരും പോകാത്ത കടലുകളിലൂടെ യാത്ര ചെയ്യണം, ധാരാളം സ്വർണവും പിന്നെ നമ്മുടെ കുരുമുളകും ഏലവുമൊക്കെ കണ്ടെത്തണം, പോകുന്നിടത്തെല്ലാം തന്റെ രാജ്യത്തിന്റെ കൊടിനാട്ടണം, അവസാനം ഒരു വീരനായകനായിട്ട് തിരിച്ചുവരണം. ഇതായിരുന്നു ആന്റോണിയോയുടെ വലിയ സ്വപ്നം. പക്ഷേ കഥ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ പോകില്ലല്ലോ. അവന്റെ ആ വലിയ സ്വപ്നങ്ങളുടെ മുകളിലേക്ക് പതിയെ ഒരു കരിനിഴൽ വീഴാൻ തുടങ്ങി. യാത്രയുടെ തുടക്കത്തിലെ ആവേശമൊക്കെ മാറി. ഒരു പരുക്കൻ യാഥാർത്ഥ്യം അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. അങ്ങനെയാണ് കഥയുടെ ഗതി മാറുന്നത്. കച്ചവടം എങ്ങനെയാണ് പതിയെ പതിയെ കോട്ടകളായി മാറിയതെന്ന് നോക്കാം. അതായത് കച്ചവടത്തിനായി വന്നവരും അവിടത്തെ സാധാരണക്കാരും തമ്മിലുള്ള ബന്ധത്തിൽ എന്ത് മാറ്റമാണ് സംഭവിച്ചത്? നമുക്ക് നോക്കാം. തുടക്കത്തിലൊക്കെ അവർ വെറും അതിഥികളായിരുന്നു. സാധാരണ കച്ചവടക്കാർ, മുത്തും കുരുമുളകുമൊക്കെ വാങ്ങാൻ വന്നവർ. അതിനു പകരമായി അവരുടെ കയ്യിലുള്ള സാധനങ്ങൾ ഇവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കും, അത്രയുള്ളൂ. ഇവിടുത്തെ ജനങ്ങൾ അവരെ നല്ല സ്നേഹത്തോടെ തന്നെയാട്ടോ സ്വീകരിച്ചത്. പക്ഷേ ആ നല്ല ബന്ധം പതിയെ പതിയെ മാറാൻ തുടങ്ങി. ആദ്യം അതിഥികളായി വന്നവർ പിന്നെ അവരുടെ ചരക്കുകൾ സംരക്ഷിക്കണമെന്ന പേരിൽ ചെറിയ ആയുധപ്പുരകൾ പണിതു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം തോന്നുമോ? ഇല്ല. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ ആ ചെറിയ ആയുധപ്പുരകളുണ്ടല്ലോ, അവ വലിയ കോട്ടകളായി മാറി. അതോടെ അതിഥികൾ ഭരണാധികാരികളായി. ആ ഒരു മാറ്റം വളരെ നിർണായകമായിരുന്നു. ഇവിടെയാണ് നമ്മൾ കൊളോണിയലിസത്തിന്റെ ഏറ്റവും ഭീകരമായ, ഏറ്റവും ക്രൂരമായ മുഖം കാണാൻ പോകുന്നത്. ഒരു രാജ്യവും അവിടുത്തെ ജനങ്ങളും വെറും വിൽക്കാനോ വാങ്ങാനുമുള്ള ചരക്കുകളായി മാറുന്ന ആ ഒരു ഘട്ടം. അങ്ങനെയിരിക്കെയാണ് അന്റോണിയോ ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. അവന്റെ രാജ്യത്തെ പ്രഭുക്കന്മാർ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഒരു വലിയ ഭൂപട നിവർത്തിവച്ചിരിക്കുന്നു. എന്നിട്ടോ അവരതിൽ ഇഷ്ടം പോലെ വരകൾ വരച്ച് ഓരോ രാജ്യങ്ങളെ പങ്കിട്ടെടുക്കുകയാണ്. അവർ വരച്ച വരകൾക്ക് പുഴയോ മലയോ ഒന്നും ഒരതിരായിരുന്നില്ല. അവരുടെ അത്യാഗ്രഹം മാത്രമായിരുന്നു ആ വരകളുടെയെല്ലാം അടിസ്ഥാനം. അവരുടെ സംസാരം ഏതാണ്ട് ഇങ്ങനെയായിരുന്നു: ദാ, ഈ വരയുടെ ഇപ്പുറത്തുള്ള മണ്ണ് എനിക്ക്, അപ്പുറമുള്ളത് നിനക്ക്. ഒന്നാലോചിച്ചു നോക്കൂ, എത്ര സിമ്പിളായിട്ടാണ്, എത്ര അഹങ്കാരത്തോടെയാണ് അവർ ഒരു നാടിനെ പങ്കുവെക്കുന്നത്. തലമുറകളായി അവിടെ ജീവിച്ചു വന്ന മനുഷ്യരെപ്പറ്റി ഒരു നിമിഷം പോലും അവർ ഓർത്തില്ല. ഈ വരകൾ വെറും ഭൂപടത്തിൽ ഒതുങ്ങിയില്ല. അതാ നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതം തന്നെ തകർത്തു കളഞ്ഞു. അവർ സ്വന്തം നാട്ടിൽ അക്ഷരാർത്ഥത്തിൽ അപരിചിതരായി. അവരുടെ നെല്ലും ഗോതമ്പും വിളഞ്ഞുരുന്ന പാടങ്ങൾ, അതെല്ലാം യൂറോപ്പിലെ ഫാക്ടറികൾക്കു വേണ്ട പരുത്തിയും നീലവും കൃഷി ചെയ്യാനുള്ള തോട്ടങ്ങളായി മാറി. പക്ഷേ ആന്റോണിയോയുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ച കാഴ്ച ഇതൊന്നുമായിരുന്നില്ല. ആഫ്രിക്കൻ തീരത്തുവെച്ച് അവൻ കണ്ട ആ കാഴ്ച, അത് മനുഷ്യചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൂരതയായിരുന്നു. അടിമക്കച്ചവടം. ആയിരക്കണക്കിന് മനുഷ്യരെയാണ്, അതെ, വെറും ആയിരക്കണക്കിനെന്ന സംഖ്യയല്ല, നമ്മളെപ്പോലെയുള്ള മനുഷ്യരെയാണ് ചങ്ങലകളിൽ പൂട്ടി മൃഗങ്ങളെപ്പോലെ കപ്പലുകളിലേക്ക് കയറ്റിയിരുന്നത്. അതൊരു വലിയ മനുഷ്യദുരന്തത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. അപ്പോൾ എന്തൊക്കെയായിരുന്നു അവരുടെ പുതിയ കച്ചവട ചരക്കുകൾ? 1. ഭൂമി. അവർ കയ്യേറി സ്വന്തമാക്കിയ ഭൂമി. 2. മനുഷ്യർ തന്നെ. സ്വർണത്തേക്കാൾ വിലമതിക്കുന്ന ഒന്നായി അവർ മനുഷ്യരെ കണ്ടു. പക്ഷെ ആ വില കച്ചവടത്തിനുള്ളതായിരുന്നു. ഭൂമിയും മനുഷ്യനും അവർക്കൊരുപോലെയായിരുന്നു, വെറും ചരക്കുകൾ. തന്റെ യാത്രയുടെ അവസാനം ആന്റോണിയോയുടെ മനസ്സിൽ ആകെ ഭാരമായിരുന്നു. ആ പഴയ ആവേശമൊന്നുമില്ല. താൻ എന്തിന്റെ ഭാഗമായാണ് ഇത്രയും കാലം യാത്ര ചെയ്തതെന്നൊരു ഭീകരമായ തിരിച്ചറിവ് അവനുണ്ടായി. അവന്റെ യാത്ര തുടങ്ങിയതെങ്ങനെയായിരുന്നു? ഒരു പുതിയ ലോകം കണ്ടെത്തണം എന്ന മനോഹരമായ സ്വപ്നവുമായിട്ടാണ്. പക്ഷെ ആ യാത്ര അവസാനിച്ചതോ മനുഷ്യനെ തന്നെ ഒരു ചരക്കാക്കി മാറ്റുന്ന ഏറ്റവും ക്രൂരമായൊരു യാഥാർത്ഥ്യത്തിലാണ് അവൻ എത്തിപ്പെട്ടത്. സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഭീകരമായൊരു അന്തരം. അപ്പോൾ നമ്മളീ കണ്ട കഥയിലൂടെ എന്താണ് ശരിക്കും കൊളോണിയലിസം എന്ന് മനസ്സിലാക്കാം. അത് വെറും പുസ്തകത്തിലെ ഒരു വാക്കല്ല. പുരോഗതിയുടെയും ലാഭത്തിന്റെയും പേര് പറഞ്ഞ് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതവും അവിടെ സംസ്കാരവും അവിടെ സ്വപ്നങ്ങളുമെല്ലാം തകർത്തു കളഞ്ഞ ഒരു വലിയ ചരിത്ര പ്രക്രിയയാണത്.
അന്റോണിയോയുടെ ഈ കഥ ഒരു സാങ്കല്പിക കഥയായിരിക്കാം, പക്ഷേ അത് നമ്മളെ ഒരു യഥാർത്ഥ ചരിത്രത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് നമ്മുടെ സ്വന്തം രാജ്യമായ ഇന്ത്യയെ ഒരു വലിയ കച്ചവട കേന്ദ്രമാക്കി മാറ്റിയത്? ഈ ചോദ്യം ഞാൻ നിങ്ങൾക്കായി വിട്ടുതരികയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? തീർച്ചയായും ഉണ്ടാവല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ.